Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഇലക്ട്രിക് പവർ, റെസിസ്റ്റിവിറ്റി എന്നീ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ സിമ്പിൾ ആയി പഠിക്കാൻ പോകുന്നത്. ആദ്യം ഭാഗം എയിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇലക്ട്രിക് പവർ നിർവചിക്കാനും വോൾട്ടേജും പ്രതിരോധവും ഉപയോഗിച്ച് അതിന്റെ സമവാക്യം എഴുതാനും ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശരിക്കും ഇലക്ട്രിക് പവർ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതുപോലെ ചിന്തിക്കുക. എത്ര വേഗത്തിൽ കുടിക്കുന്നു എന്നതാണ് പവർ. ഫിസിക്സിൽ പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ എത്ര വേഗത്തിൽ ഊർജ്ജം വിനിയോഗിക്കപ്പെടുന്നു എന്നതിന്റെ നിരക്കാണിത്. ഗണിതശാസ്ത്രപരമായി വളരെ പ്രശസ്തമായ ഒരു സമവാക്യം ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. പവർ P സമം കറന്റ് I ഗുണിക്കണം വോൾട്ടേജ് V. PIV എന്ന് ഓർത്തുവെക്കാം. മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇതിന്റെ യൂണിറ്റുകൾ കൂടെ ഒന്ന് വേഗം ഓർത്തെടുക്കാം. ഇവിടെ P എന്നത് വാട്ടിലുള്ള പവർ ആണ്. I എന്നത് ആംപിയറിലുള്ള കറന്റാണ്. V എന്നത് വോൾട്ടിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. ഇനി ചോദ്യത്തിൽ കറന്റിന് പകരം പ്രതിരോധം ആണ് തന്നിട്ടുള്ളതെങ്കിലോ? ഓം നിയമം ഉപയോഗിച്ച് ഈ സമവാക്യം ഒന്ന് മാറ്റി എഴുതിയാൽ മതി. Iക്ക് പകരം V/R എന്ന് നൽകുമ്പോൾ പവർ P സമം V² ഹരിക്കണം R എന്ന് ലഭിക്കും. അല്ലെങ്കിൽ Vക്ക് പകരം IR എന്ന് നൽകിയാൽ വളരെ ഉപകാരപ്രദമായ മറ്റൊരു സമവാക്യം ലഭിക്കും. P സമം I² ഗുണിക്കണം R. ഇലക്ട്രിസിറ്റി പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ ഈ മൂന്ന് സമവാക്യങ്ങളും കാണാപാഠം പഠിച്ചുവെക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 220 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഓവൻ 5 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 11 യൂണിറ്റ് ഊർജ്ജം ചിലവാകുന്നു. താഴെ പറയുന്നവ കണക്കാക്കുക. ഓവന്റെ പവർ റേറ്റിംഗ്, ഓവൻ ഉപയോഗിക്കുന്ന കറന്റ്, ഓവൻ ചൂടാകുമ്പോഴുള്ള പ്രതിരോധം. ആദ്യം എ ഭാഗം ചെയ്യാം. ഓവന്റെ പവർ റേറ്റിംഗ് കണ്ടുപിടിക്കാം. നമുക്ക് ഊർജ്ജവും സമയവും അറിയാവുന്നതുകൊണ്ട് പവർ കാണാനുള്ള അടിസ്ഥാന സമവാക്യം ഉപയോഗിക്കാം. പവർ P സമം ആകെ ഊർജ്ജം E ഹരിക്കണം സമയം T. ഇവിടെ ഊർജ്ജം E സമം 11 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് എന്നാൽ 1 കിലോവാട്ട് അവർ ആണ്. അതിനാൽ ഇത് 11 കിലോവാട്ട് അവറിന് തുല്യമാണ്. സമയം 5 മണിക്കൂറും. ഈ വിലകൾ സമവാക്യത്തിൽ നൽകുമ്പോൾ പവർ സമം 11 കിലോവാട്ട് അവർ ഹരിക്കണം 5 മണിക്കൂർ. 11നെ 5 കൊണ്ട് ഹരിച്ചാൽ 2.2 കിലോവാട്ട് എന്ന് കിട്ടും. ഇനി അടുത്ത കണക്കുകൾ എളുപ്പമാക്കാൻ ഇതിനെ 1000 കൊണ്ട് ഗുണിച്ച് സാധാരണ വാട്ടിലേക്ക് മാറ്റാം. അതായത് 2200 വാട്ട്. വളരെ നന്നായി ചെയ്യുന്നുണ്ട്. ഇനി ബി ഭാഗം ഓവൻ ഉപയോഗിക്കുന്ന കറന്റ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം പഠിച്ച സമവാക്യം ഓർമ്മയില്ലേ? പവർ സമം കറന്റ് ഗുണിക്കണം വോൾട്ടേജ്. ഇതിൽ നിന്നും കറന്റ് കണ്ടെത്താൻ സമവാക്യം ഒന്ന് മാറ്റി എഴുതിയാൽ മതി. കറന്റ് I സമം പവർ P ഹരിക്കണം വോൾട്ടേജ് V. നമുക്കറിയാവുന്ന വിലകൾ ഇതിൽ നൽകുമ്പോൾ പവർ 2200 വാട്ട് ഹരിക്കണം വോൾട്ടേജ് 220 വോൾട്ട്. 2200നെ 220 കൊണ്ട് ഹരിക്കുന്നത് വളരെ എളുപ്പമാണ്. കൃത്യമായി 10 ആംപിയർ എന്ന് കിട്ടും. ഇതൊരു കൂടിയ കറന്റാണ്, അതുകൊണ്ടാണ് ഓവനുകൾക്ക് വണ്ണം കൂടിയ വയർ വേണ്ടിവരുന്നത്. അടുത്തതായി സി ഭാഗം. ഓവൻ ചൂടാകുമ്പോഴുള്ള അതിന്റെ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എത്രയാണ്? പവറും കറന്റും പ്രതിരോധവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഫോർമുല ഇതിനായി ഉപയോഗിക്കാം. P സമം I²R. ഇതിൽ നിന്നും പ്രതിരോധം കണ്ടെത്താൻ സമവാക്യം മാറ്റി എഴുതുമ്പോൾ പ്രതിരോധം R സമം പവർ P ഹരിക്കണം I². വിലകൾ സമവാക്യത്തിൽ നൽകാം. 2200 ഹരിക്കണം 10ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ 100 ആണല്ലോ. അതായത് 2200 ഹരിക്കണം 100. നമുക്ക് കൃത്യമായി 22 ഓം എന്ന ഉത്തരം ലഭിക്കും. സൂപ്പർ. നമുക്കിതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം.
ഇനി ഓർ ഭാഗത്ത് നൽകിയിട്ടുള്ള ചോദ്യം ബി നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ പ്രതിരോധവും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധം എഴുതാനും അതിൽ നിന്ന് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് രൂപപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ബന്ധം നോക്കാം. ഒരു ഇലക്ട്രിക് വയറിനെ ഒരു വെള്ളം പോകുന്ന പൈപ്പ് പോലെ ചിന്തിക്കുക. പൈപ്പിന് നീളം കൂടുന്തോറും വെള്ളം ഒഴുകാൻ ബുദ്ധിമുട്ടാകും. വണ്ണം കൂടിയാൽ എളുപ്പമാകും. അതുപോലെ പ്രതിരോധം നീളത്തിന് നേരനുപാതത്തിലും ഛേദന വിസ്തീർണത്തിന് വിപരീതാനുപാതത്തിലുമാണ്. അതായത് പ്രതിരോധം കാണാനുള്ള സമവാക്യം ഇതാണ്. പ്രതിരോധം R സമം റെസിസ്റ്റിവിറ്റി റോ ഗുണിക്കണം നീളം ഹരിക്കണം വിസ്തീർണം. ഇവിടെ റോ എന്ന ഗ്രീക്ക് അക്ഷരം റെസിസ്റ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അത് ആ പദാർത്ഥത്തിന്റെ, ഉദാഹരണത്തിന് ചെമ്പ് ആണോ അലുമിനിയം ആണോ എന്നതിനെ ആശ്രയിക്കുന്ന ഒരു സവിശേഷതയാണ്. ഇനി റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് കണ്ടുപിടിക്കാം. ആദ്യം സമവാക്യത്തെ റോ സമം RA ഹരിക്കണം L എന്ന് മാറ്റിയെഴുതാം. ഇനി ഇവയുടെയെല്ലാം SI യൂണിറ്റുകൾ സമവാക്യത്തിൽ നൽകാം. അപ്പോൾ റോയുടെ യൂണിറ്റ് സമം പ്രതിരോധത്തിന് ഓം ഗുണിക്കണം വിസ്തീർണത്തിന് മീറ്റർ സ്ക്വയർ ഹരിക്കണം നീളത്തിന് മീറ്റർ. മുകളിലും താഴെയും ഉള്ള ഓരോ മീറ്റർ വെട്ടിപ്പോകുമ്പോൾ നമുക്ക് ഓം മീറ്റർ എന്ന് ലഭിക്കും. പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒന്നാണിത്. ഈ യൂണിറ്റ് എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യുക. ഇനി ഈ സമവാക്യം വെച്ച് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാം. 3 മീറ്റർ നീളവും 60 ഓം പ്രതിരോധവും ഉള്ള ഒരു ലോഹക്കമ്പി. അതിന്റെ വിസ്തീർണം വളരെ ചെറിയൊരു അളവായ 4 ഗുണിക്കണം 10 കൃത്യങ്കം -6 ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണം. തെറ്റുകൾ വരാതിരിക്കാൻ ചോദ്യത്തിൽ നൽകിയിട്ടുള്ളവ എപ്പോഴും ആദ്യം തന്നെ എടുത്തെഴുതുക. പ്രതിരോധം 60, നീളം 3, വിസ്തീർണം 4 ഗുണിക്കണം 10 കൃത്യങ്കം -6. നമ്മൾ മാറ്റിയെഴുതിയ സമവാക്യം ഉപയോഗിക്കാം. റോ സമം RA ഹരിക്കണം L. വിലകൾ നൽകുമ്പോൾ 60 ഗുണിക്കണം 4 ഗുണിക്കണം 10 കൃത്യങ്കം -6 ഹരിക്കണം 3. 60നെ 3 കൊണ്ട് ഹരിച്ചാൽ 20 കിട്ടും. 20 ഗുണിക്കണം 4 എന്നത് 80 ആണ്. ശാസ്ത്രീയ രൂപത്തിലേക്ക് മാറ്റാൻ ഡെസിമൽ 1 ക്രമീകരിക്കുമ്പോൾ കൃത്യമായി 8 ഗുണിക്കണം 10 കൃത്യങ്കം -5 ഓം മീറ്റർ എന്ന അന്തിമ ഉത്തരം ലഭിക്കും. അവസാന ചോദ്യം നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ ഉള്ള ഒരു ചോദ്യമാണ്. ഈ വയർ വലിച്ചുനീട്ടി നീളം ഇരട്ടിയാക്കിയാൽ അതിന്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തെറ്റുപറ്റുന്ന ഒരു ട്രിക്ക് ആണിത്. റെസിസ്റ്റിവിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല, അത് സ്ഥിരമായി തന്നെ നിൽക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം റെസിസ്റ്റിവിറ്റി എന്നത് ഒരു പദാർത്ഥത്തിന്റെ അടിസ്ഥാന സവിശേഷതയാണ്. ഒരു പദാർത്ഥത്തിന്റെ DNA പോലെ ചിന്തിച്ചാൽ മതി. അത് പദാർത്ഥത്തിന്റെ സ്വഭാവത്തെയും താപനിലയും മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. വയറിന്റെ നീളത്തെയോ വണ്ണത്തെയോ അത് ആശ്രയിക്കുന്നില്ല. വലിച്ചു നീട്ടുമ്പോഴോ മുറിക്കുമ്പോഴോ അതിന്റെ പ്രതിരോധം മാറും, പക്ഷേ റെസിസ്റ്റിവിറ്റി ഒരിക്കലും മാറില്ല. ഗംഭീരം. നമ്മൾ ഈ പാഠഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഭാഗങ്ങൾ നന്നായി വീണ്ടും പരിശീലിക്കുക. നന്ദി. ഹാപ്പി ലേണിംഗ്.